ഉപയോഗശൂന്യമായി നാശത്തിന്റെ വക്കിലേക്ക് പെരുവനം മഹാദേവ ക്ഷേത്രകുളമായ തൊടുകുളം. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് നടക്കുന്ന തൊടുകുളമാണ് അവഗണനയിൽ നശിക്കുന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കാതായതോടെ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് പെരുവനം മഹാദേവ ക്ഷേത്രകുളമായ തൊടുകുളം. ചണ്ടിയും പായലും നിറഞ്ഞ് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം മലിനമായിരിക്കുകയാണ് തൊടുകുളം. പൊതുജനങ്ങൾ നിത്യേന ഉപയോഗിച്ചിരുന്നതായിരുന്നു ഇവിടം. 70 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന കേന്ദ്ര സർക്കാരിന്റെ സഹസ്ര സരോവർ പദ്ധതിയിലൂടെ കുളം പുനരുദ്ധാരണം നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്ന് സമ്മതപത്രം വാങ്ങി KLDC പണികളും ആരംഭിച്ചതായിരുന്നു. എന്നാൽ ഏറ്റെടുത്ത പണികൾ പൂർത്തിയാക്കാതെ കരാറുകാരൻ കൈമലർത്തി. കൂടാതെ അനുവദിച്ച ഫണ്ടിന്റെ കാലാവധി തീർന്നതോടെ പണികൾ ഏറ്റെടുത്ത KLDCയും തൊടുകുളത്തെ കൈവിടുകയായിരുന്നു. നിലവിൽ കുളത്തിലിറങ്ങി കുളിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഈ മാസം പെരുവനം ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടക്കാനിരിക്കെയാണ് തൊടുകുളം വീണ്ടും പൊതുജന ശ്രദ്ധയിലെത്തുന്നത്. പൂരവുമായി ബന്ധപ്പെട്ട് 6 ഭഗവതിമാരുടെ ആറാട്ടുകൾ നടക്കുന്ന പ്രധാന ഇടമാണ് തൊടുകുളം. ഏറെ ഐതിഹ്യ പ്രാധാന്യമുള്ള തൊടുകുളത്തിൽ നിലവിലെ ശോചനീയാവസ്ഥ മൂലം ആറാട്ട് പോലും നടത്താൻ സാധ്യമല്ലാതായിരിക്കുകയാണ്. കുളത്തിനടിയിലെ ഓവിനുണ്ടായ ചോർച്ച മൂലം ജലസംഭരണത്തിന്റെ അളവും വലിയ തോതിൽ കുറഞ്ഞു. പെരുവനം ആറാട്ടുപുഴ പൂരം വരാനിരിക്കെ അടിയന്തരമായി തൊടുകുളം ശുചീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇതിനായി കുളത്തിലെ വെള്ളം വറ്റിച്ച് ചെളി നീക്കം ചെയ്യേണ്ടതുണ്ട്. തൊടുകുളത്തിന്റെ പല ഭാഗങ്ങളിലും കൽപ്പടകൾ പൊട്ടി പൊളിഞ്ഞ നിലയിലായി. കൊട്ടിഘോഷിച്ച് പുനരുദ്ധാരണം തുടങ്ങിയെങ്കിലും തൊടുകുളം അവഗണനയിൽ തുടരുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്.